നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദേവതകളുമായി ബന്ധപ്പെട്ട് കടന്ന് വരുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ദൈവിക ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് സാക്ഷാൽ പരമശിവന്റെ ചിത്രവും രണ്ടാമത്തേത് ഗുരുവായൂരപ്പന്റെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ ഭഗവാനെ അഥവാ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്നേഹിക്കുന്നവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, അകലുന്നതായ സാഹചര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. അത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം എങ്കിൽ പോലും കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും തിരിച്ചടികളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മനപ്രയാസങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കുറയും. അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വന്നു ചേർന്നാൽ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രധാനമായും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സഹായമോ ആകാവുന്നതാണ്. അത്തരത്തിൽ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി ഭവിക്കുന്ന ഒരു സമയമാകുന്നു. വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്നതാണ് വാസ്തവം. മനസ്സിനെ അലോസരപ്പെടുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൽ വരുന്നതായ ആ ദുഃഖങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു. തൊഴിൽ തടസ്സ സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് മനസ്സിലാക്കുവാനും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. എടുത്തുചാട്ടം പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്നവരാണ് എങ്കിൽ പോലും ഈ സമയം നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എടുത്തുചാട്ടം ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അതുമൂലം നിങ്ങൾക്ക് വന്നു ചേരാവുന്നതായ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. സന്താന സൗഭാഗ്യം ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഒരൽപ്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആഗ്രഹങ്ങൾ ചിലത് നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനായുള്ള പരിശ്രമങ്ങൾ വിജയത്തിലെത്തും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുകയോ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനലാഭം ജീവിതത്തിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള തിരിച്ചടികൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ പലപ്പോഴും അവഗണനകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും
ഈ സമയങ്ങളിൽ അവഗണനയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഷ്ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. ദുഷ്ചിന്തകൾ അതിനാൽ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾക്ക് സ്വസ്ഥത പോലും വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് അത്തരം ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. അമിതമായി ഈ സമയം ആരെയും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഒന്നുകൂടി തിരക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള മനോബലം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. പല ശത്രുക്കളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനോ സാധ്യത കൂടുതലാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായി തന്നെ പല ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കലഹങ്ങൾ ഈ സമയം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പ്രത്യേകിച്ചും സംസാരത്തിൽ അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഉന്നതതല വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ, ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് ഭാവിയിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപകരിച്ചു എന്നും വരാവുന്നതാണ്. മറ്റുള്ളവരാൽ സഹായം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ പോലും പിന്നീട് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരല്പം കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. കൂടാതെ ഈ സമയം വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്താന ഭാഗ്യം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാക്കുന്നു. വാക്കു പാലിക്കാൻ കഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മരുന്നിനായും മറ്റും അല്പം ധനം ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. സന്താനങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നു എന്ന് വരാം. ഗുണഫലങ്ങൾ അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ആഗ്രഹിച്ച ജോലിയോ വിദ്യയോ അല്ലെങ്കിൽ വിവാഹമോ നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. എടുത്തുചാട്ടം അല്പമൊന്ന് കുറയ്ക്കുകയാണ് എങ്കിൽ, വാശി അല്പമൊന്ന് കുറയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്കത് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സമാധാനം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. പാരമ്പര്യ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ്. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദേശത്ത് ജോലി ലഭിക്കുക, ധനപരമായ ഉയർച്ച, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് ഉള്ളത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ലഭിക്കേണ്ടതായ ചില ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. രോഗങ്ങൾ അഥവാ ദുരിതങ്ങൾ വന്നാലും പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.